പ്രഖ്യാപിക്കുന്നതുവരെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കുന്നതിന് പാരാ ലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പാരാ ലീഗൽ വോളണ്ടിയർമാർ വോട്ടർമാരെയും രാഷ്ട്രീയ പാർട്ടികളെയും സഹായിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചത്? കോടതിയിൽ നിന്ന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്? ദിവ്യ, ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 65 ലക്ഷത്തിലധികം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇവർക്ക് പരാതികൾ നൽകുന്നതിനുള്ള സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ ഇന്ന് സമീപിച്ചത്. അതിന് ദിവസം ഇന്ന്, അതായത് സെപ്റ്റംബർ 1-ാം തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സുപ്രീം കോടതി ഹർജിയിൽ വാദം കേട്ടത്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് വോട്ട്, അതായത് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അന്നുവരെ ഈ പരാതികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതിനെന്തെങ്കിലും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ വേണമെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുന്നത്. പാരാ ലീഗൽ വോളണ്ടിയർമാരും വോട്ടർ പട്ടികയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സഹായിക്കണമെന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സഹായം നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ബീഹാറിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുൻ ചെയർമാൻ എന്നായിരുന്നു ആദ്യം, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ബീഹാറിലെ നിയമനിർമ്മാണ ലീഗൽ സർവീസ് അതോറിറ്റി ഇത് കൃത്യമായി മേൽനോട്ടം വഹിക്കണമെന്നും ഇതിൽ ഏതെങ്കിലുമൊക്കെ പരാതികളുണ്ടെങ്കിൽ ഈ പരാതികൾ കൃത്യസമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം അത് വലിയ രീതിയിലുള്ള പ്രശ്നമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ സമയം നീട്ടി നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു എന്ന് സുപ്രീം കോടതിയിൽ ഹർജിക്കാർ വാദിച്ചത്. അപ്പോൾ അത്തരത്തിൽ സമയം നീട്ടി നൽകുകയാണെങ്കിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എന്നുള്ളത് നീണ്ടുപോകും, അത് അനാഥമായി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമയം നീട്ടി നൽകാനാവില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വാദിച്ചത്. പക്ഷേ അതായത് വോട്ടെടുപ്പിന്റെ ദിവസം തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും പരാതികളും സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ വോട്ടർ പട്ടിക പരിഷ്കരണം തിരുത്തലുകൾക്ക് അവസരമുണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.